ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2024 ഒക്ടോബർ 9 ബുധനാഴ്ച രാവിലെ 10:01 വ്യാഴത്തിൻ്റെ സഞ്ചാരം വക്രഗതിയിൽ ആകുന്നു. 2025 ഫെബ്രുവരി 4 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:46 വക്രഗതി പൂർത്തിയാക്കി വ്യാഴം നേർരേഖയിൽ സഞ്ചരിച്ചു തുടങ്ങും. സൂര്യനും ചന്ദ്രനും ഒഴിച്ച് ബാക്കി എല്ലാ ഗ്രഹങ്ങൾക്കും വക്രഗതി ഉണ്ടാകാറുണ്ട്. തമോ ഗ്രഹങ്ങളായ രാഹുവും കേതുവും എപ്പോഴും വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത്. ബുദ്ധി, വിവേകം, ഐശ്വര്യം, സമ്പത്ത് എന്നിവ സമ്മാനിക്കുന്ന വ്യാഴം ദേവഗുരുവാണ്. എല്ലാ അറിവുകളുടെയും ഉറവിടമായ ഒരു അധ്യാപകൻ കൂടിയാണ്. ജീവിതത്തിൽ പുരോഗതിയും പണവും പ്രതാപവും ലാഭവും എല്ലാം തീരുമാനിക്കുന്നതും ജീവിതത്തെ ഏറെ സ്വാധീനിക്കുന്നതുമായ ഗ്രഹം വ്യാഴമാണ്. ഏതാണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം രാശി മാറുന്ന ഗ്രഹം ഇപ്പോൾ ശുക്രൻ്റെ ക്ഷേത്രമായ ഇടവം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. ഇടവം രാശിയിൽ തന്നെയാണ് വക്രഗതിയിലാകുന്നതും. തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങൾ, സാമ്പത്തിക അസന്തുലിതാവസ്ഥ, ആളുകൾക്കിടയിൽ മത്സരബുദ്ധി, സ്വാർത്ഥത, വേണ്ടപ്പെട്ടവരിൽ നിന്നും അകന്നു നിൽക്കുവാനുള്ള പ്രവണത ഇവയൊക്കെ ഈ വക്രഗതി കാലത്ത് സമൂഹത്തിൽ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ ദുർബല വിഭാഗങ്ങൾക്ക് സർക്കാരിൽ നിന്നും മറ്റും പല ആനുകൂല്യങ്ങളും ഈ വക്രഗതി കാലത്ത് ലഭിച്ചേക്കും. ഒരു ഗ്രഹം വക്രഗതിയിലാകുന്നത് അത് സൂര്യൻ നിൽക്കുന്ന രാശിയുടെ 5, 6, 7, 8, 9 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോഴാണ്. ജാതകത്തിൽ ഒരു ഗ്രഹം വക്രഗതിയിൽ ആണെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ വക്രഗതി കാലത്ത് കൂടുതൽ നേട്ടങ്ങൾ ലഭിക്കും. അവർ തുടങ്ങിവെച്ച കാര്യങ്ങൾ ഈ സമയത്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. മറ്റുള്ളവർക്ക് ഈ വക്രഗതിക്ക് ശേഷം അതിശക്തമായി മിന്നിത്തിളങ്ങുവാൻ കഴിയും. സ്വന്തം ഭ്രമണപഥത്തിലുള്ള ഭൂമിയുടെ സഞ്ചാരം കൊണ്ട് ഗ്രഹങ്ങൾക്ക് സ്തംഭനാവസ്ഥയോ പിന്നോട്ട് അവ സഞ്ചരിക്കുന്നതായുള്ള തോന്നലോ ആണ് ഈ പ്രതിഭാസം. അല്ലാതെ ഒരു ഗ്രഹവും പിന്നോട്ട് സഞ്ചരിക്കുന്നില്ല. വ്യാഴത്തിൻ്റെ ഈ വക്രഗതി മേടം മുതൽ മീനം വരെയുള്ള 12 കൂറുകളിലായുള്ള അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ വ്യക്തിജീവിതത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്ന് പരിശോധിക്കുന്നു. അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യ കാൽഭാഗവും അടങ്ങിയ മേടക്കൂറുകാർക്ക് 12ാം ഭാവാധിപനും 9ാം ഭാവാധിപനുമായ വ്യാഴത്തിൻ്റെ 2ാം ഭാവത്തിലെ വക്രഗതി സഞ്ചാരം ഗുണകരമായിരിക്കും. പലപ്പോഴും സമ്പത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പലവിധ നേട്ടങ്ങളും ഉണ്ടായേക്കാം. ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗം കരുത്താർജിക്കും. നിക്ഷേപിക്കുന്നതിൻ്റെ ഇരട്ടി തിരിച്ചു ലഭിക്കും. പണവും പ്രശസ്തിയും തേടിയെത്തും. ആഗ്രഹിക്കുന്നത് പോലെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് സാധിക്കും. ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകും. ഇതുവരെ പരിചയിക്കാത്ത സാഹചര്യങ്ങളും അനുഭവങ്ങളും കടന്നുവരും. ഒരു സന്നിഗ്ധാവസ്ഥ അനുഭവപ്പെട്ടാലും അതിവേഗം അതിജീവിക്കുവാൻ കഴിയും. ബന്ധങ്ങളിലെ വിള്ളലുകൾക്ക് പരിഹാരമാകും. വൈകാരിക ബന്ധം കരുത്താർജിക്കും. ചിന്തകൾക്ക് തെളിമയുണ്ടാകും. ആശയവിനിമയശേഷി വർദ്ധിക്കും. തൊഴിൽ തേടുന്നവർക്ക് അർഹമായ അവസരങ്ങൾ വന്നെത്തും. അവിവാഹിതർക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. വിദേശയാത്രയ്ക്കുള്ള ഭാഗ്യം തെളിയും. ശത്രുക്കൾ മിത്രങ്ങളാകും. ദമ്പതികൾ മൂലം സന്തോഷമുണ്ടാകും. ലക്ഷ്യബോധവും ചുമതലാബോധവും ഉണ്ടാകും. ദൂരയാത്രകൾ ഗുണകരമാകും. ഉല്ലാസയാത്രയ്ക്കും അവസരം ലഭിക്കും. കാർത്തിക മുക്കാൽ ഭാഗവും രോഹിണിയും മകയിരം ആദ്യ പകുതിയും അടങ്ങിയ ഇടവക്കൂറുകാർക്ക്
11-ാം ഭാവാധിപനും 8-ാം ഭാവാധിപനുമായ വ്യാഴം 1-ാം ഭാവത്തിൽ വക്രഗതിയിലെ സഞ്ചാരം കുറേയൊക്കെ നേട്ടങ്ങൾ സമ്മാനിക്കുന്നു. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി വരും. ചെലവ് വിലയിരുത്താനും ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും സാധിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റം വരും. കരിയർ മികച്ചതാകും. ആഗ്രഹിക്കുന്നത് പോലെ ജോലിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. വാക്കുതർക്കങ്ങളിൽ പക്ഷം പിടിക്കും. കൃത്രിമ നിലപാടുകളോട് വിമുഖത കാട്ടും. സ്വന്തം വികാരങ്ങൾക്കും ചിന്തകൾക്കും വിധേയമായ നിലപാട് സ്വീകരിക്കും. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കും. ജോലിഭാരം വർദ്ധിക്കുമെങ്കിലും സമയോചിതമായി ചെയ്തു തീർക്കും. ഒഴിവ് ദിവസങ്ങൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്താൻ കഴിയും. അന്യനാട്ടിൽ പഠനം, തൊഴിൽ ഇവയ്ക്കും സാധ്യതയുണ്ട്. ഏജൻസികൾ വഴി നേട്ടമുണ്ടാകും. ദിവസവേതനക്കാർക്കും വഴിവാണിഭക്കാർക്കും തരക്കേടില്ലാത്ത വരുമാനം പ്രതീക്ഷിക്കാം. സന്താനങ്ങൾക്ക് ശ്രേയസ്സുണ്ടാകും. അവിവാഹിതർക്ക് വിവാഹ സാധ്യതയുണ്ട്. ദമ്പതിമാർക്ക് ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ചെറിയ വിഷമങ്ങൾ നേരിട്ടേക്കാം. മകയിരം അവസാന പകുതിയും തിരുവാതിരയും പുണർന്ന മുക്കാൽ ഭാഗവും അടങ്ങിയ മിഥുനക്കൂറുകാർക്ക് 7-ാം ഭാവാധിപനും 10-ാം ഭാവാധിപനും ആയ വ്യാഴം 12-ാം ഭാവത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ മികച്ച ആശയവിനിമയം സാധ്യമാകും. ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കും. വരുമാനത്തിൽ വർധനവ് ഉണ്ടാകും. വസ്തു സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിയും. ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകും. ഭാഗ്യം തുണയാകും. വ്യക്തിപരവും തൊഴിൽപരമായ ബന്ധങ്ങൾ ഗുണകരമാകും. ദീർഘകാലമായുള്ള ആസക്തികളിൽ നിന്ന് മോചിതരാകും. സാമ്പത്തികമായ ആവശ്യങ്ങൾ സാധിക്കും. പിന്നോട്ട് വലിക്കുന്ന എന്തിനേയും തള്ളിക്കളയാനുള്ള പ്രവണത പ്രകടിപ്പിക്കും. പുതിയ വീടോ വസ്തുവോ വാങ്ങാനുള്ള ശ്രമം വിജയിക്കും. വലിയ ആരോഗ്യ പ്രശ്നങ്ങളെ ഭയപ്പെടേണ്ടതില്ല. വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ പ്രത്യേക താൽപ്പര്യം കാണിക്കും. നിക്ഷേപങ്ങളിൽ നിന്നും പണം പിൻവലിക്കും. അന്യദേശയാത്രയ്ക്ക് സന്ദർഭമൊരുങ്ങും. ആഭരണ ലാഭത്തിനും യോഗമുണ്ട്. പുത്രസുഖവും ശത്രുനാശവും ഉണ്ടാകും. പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടകക്കൂറുകാർക്ക് 6-ാം ഭാവാധിപനും 9-ാം ഭാവാധിപനുമായ വ്യാഴം 11-ാം ഭാവത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ മികച്ച നേട്ടങ്ങൾ തേടിയെത്തും. ചെറിയ അസ്വസ്ഥതകളും നിലനിൽക്കും. പുത്തൻ അനുഭവങ്ങൾ വന്നുചേരും. കുടുംബത്തോട് ചേർന്ന് നിൽക്കുവാൻ കഴിയും. കുടുംബത്തിൻ്റെ മഹത്വം തിരിച്ചറിയും. മത്സരബുദ്ധിയോടെ പെരുമാറും. ദുർബലരോട് കരുണ കാണിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും. തൊഴിൽ തേടുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും. കിട്ടില്ല എന്ന് കരുതിയിരുന്ന ധനം വന്നുചേരും. കലാ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. അവാർഡും അംഗീകാരവും തേടിവരും. എല്ലാ മേഖലയിലും ഒരു ആത്മവിശ്വാസം തോന്നും. ഉന്നതരായ വ്യക്തികളുടെ സഹായവും അതുവഴി നേട്ടവും ഉണ്ടാകും. യുവാക്കൾക്ക് പുതിയ പ്രണയവും വിവാഹവും നടക്കും. രോഗമുക്തിയും ഗ്രഹസുഖവും ഐശ്വര്യവും അനുഭവപ്പെടും. ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റും. തുടങ്ങിവെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാനാകും. വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം നേടാനാകും. സാമ്പത്തിക നില ഉയർന്നേക്കും. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താനപ്രാപ്തി ഉണ്ടാകുന്നതാണ്. മകവും പൂരവും ഉത്രം ആദ്യ കാൽഭാഗവും അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് 5-ാം ഭാവാധിപനും 8-ാം ഭാവാധിപനുമായ വ്യാഴം 10-ാം ഭാവത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരും. വരുമാനത്തിൽ വർധനവുണ്ടാകും. ജോലിയിൽ പ്രമോഷൻ ലഭിക്കും. തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ അവസരം വന്നുചേരും. അധ്വാനത്തിന് പൂർണ്ണ ഫലം ലഭിക്കും. ദാമ്പത്യ ജീവിതം സാധാരണ നിലയിൽ തുടരും. കലാപരമായ കാര്യങ്ങളിൽ പ്രശസ്തി തേടിയെത്തും. വ്യത്യസ്തമായ കാര്യങ്ങളിലെ മാറ്റങ്ങൾ അത്ഭുതങ്ങൾ സമ്മാനിക്കും. കാര്യങ്ങൾ വരുന്നത് പോലെ വരട്ടെ എന്ന നിലപാടെടുക്കും. കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയും വ്യാകുലപ്പെടുകയും ചെയ്യാതെ
അതിൻ്റെ വഴിക്ക് വിട്ടാലും വിജയം ഉറപ്പാക്കാൻ കഴിയും. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ വേണം. ഋണബാധ്യത പരിഹരിക്കുന്നതിൽ ഭാഗികമായി വിജയിക്കുന്നതാണ്. ആഡംബരത്തിനു വേണ്ടി പണം ചെലവഴിക്കും. ജോലിയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. ദൂരദേശ യാത്രയ്ക്കും വിദേശ യാത്രയ്ക്കും അവസരമുണ്ടാകും. ഗവേഷകർക്കും കലാകാരന്മാർക്കും പ്രശസ്തി നേടാനാകും. ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതിയും അടങ്ങിയ കന്നിക്കൂറുകാർക്ക് 4-ാം ഭാവാധിപനും 7-ാം ഭാവാധിപനുമായ വ്യാഴം 9-ാം ഭാവത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ പല വിധത്തിലുള്ള മാറ്റങ്ങൾ വന്നുചേരും. ജീവിതം തന്നെ മാറി മറിയുന്നതായി തോന്നും. ദിനചര്യകളിൽ മാറ്റമുണ്ടാകും. ആരോഗ്യ പ്രതിസന്ധികൾക്ക് സാധ്യതയുണ്ട്. പല കാര്യങ്ങളിലും കടിച്ചു തൂങ്ങാനുള്ള പ്രവണതയുണ്ടാകും. സ്വാതന്ത്ര്യം അടിയറ വയ്ക്കുന്നതായി തോന്നും. കാര്യസാധ്യത്തിന് ഊർജം മുഴുവൻ ചെലവഴിക്കേണ്ടി വരും. കുടുംബവും കൂട്ടുകാരും ആശ്വാസം പകരും. സംരംഭങ്ങളിൽ നിന്നും നേട്ടങ്ങൾ വന്നെത്തും. സമൂഹമധ്യത്തിൽ ആദരവും അംഗീകാരവും ലഭിക്കും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ പുഷ്ടിയുണ്ടാകും. പ്രണയസാഫല്യം, വിവാഹയോഗം, സന്താനഭാഗ്യം എന്നിവയും പ്രതീക്ഷിക്കാം. സാമ്പത്തിക നില മെച്ചപ്പെടും. കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും. ആരോഗ്യനില തൃപ്തികരമായിരിക്കും. മനസ്സുഖം കൂടും. ശത്രുശല്യം കുറയും. കർമ്മരംഗം അഭിവൃദ്ധി പ്രാപിക്കും. തടസ്സങ്ങളും ടെൻഷനും പിരിമുറുക്കവും അകലും. ചിത്തിര 2-ാം പകുതിയും ചോദ്യം വിശാഖം മുക്കാൽ ഭാഗവും അടങ്ങിയ തുലാക്കൂറുകാർക്ക് 3-ാം ഭാവാധിപനും 6-ാം ഭാവാധിപനുമായ വ്യാഴം 8-ാം ഭാവത്തിൽ വക്രതയിൽ സഞ്ചരിക്കുമ്പോൾ ബന്ധങ്ങളുടെ കാര്യത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. സത്യസന്ധമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകും. ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് പരിശ്രമിക്കും. ജീവിതം തന്നെ മാറി മറിയുന്നതായി അനുഭവപ്പെടും. ബിസിനസ് പരമായോ ഔദ്യോഗികമായോ കൂടുതൽ യാത്രകൾ വേണ്ടിവരും. പലപ്പോഴും സഹിഷ്ണുത പരീക്ഷിക്കപ്പെടാം. കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾ പരിഹരിക്കുക ക്ലേശകരമാകും. രാഷ്ട്രീയ നിലപാടുകളെ ചോദ്യം ചെയ്തെന്ന് വരും. സസ്പെൻഷനോ ഡീപ്രൊമോഷനോ ഉള്ള സാധ്യതകളും കാണുന്നുണ്ട്. സഹപ്രവർത്തകരുടെ പിന്തുണ കുറയും. ലഘുവായ രോഗപീഠകൾക്ക് സാധ്യതയുണ്ട്. കർമ്മരംഗത്തെ ക്ലേശങ്ങൾ നേരിടും. ദാമ്പത്യ പ്രശ്നങ്ങൾ വിട്ടുവീഴ്ചയിലൂടെ പരിഹരിക്കും. വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കും. വിവാഹ കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകില്ല. ബിസിനസ്സിൽ നിലവിലുള്ള പങ്കാളിയെക്കൊണ്ട് ചില പ്രശ്നങ്ങൾ നേരിടാം. ഏജൻസി കമ്മീഷൻ ഏർപ്പാടുകളിൽ ലാഭമുണ്ടാകും. വിദേശത്ത് ജോലിക്കുള്ള ശ്രമം വിജയിക്കുന്നതാണ്. വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്ചികക്കൂറുകാർക്ക് 2-ാം ഭാവാധിപനും 5-ാം ഭാവാധിപനുമായ വ്യാഴം 7-ാം ഭാവത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂലമായ പല മാറ്റങ്ങളും കൊണ്ടുവരും. നിക്ഷേപങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങളുണ്ടാകും. ജീവിതം തന്നെ മാറിമറിയുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തും. അപ്രതീക്ഷിതമായി സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റങ്ങൾ സംഭവിക്കും. ബിസിനസ്സുകാർക്ക് വിപുലീകരണം സാധ്യമാകും. മംഗല്യ തടസ്സം നീങ്ങും. ഗ്രഹസുഖം അനുഭവപ്പെടും. ഐശ്വര്യം വർദ്ധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. വിദേശ ജോലി ആഗ്രഹിച്ചിരുന്നവർക്ക് അവസരം അനുകൂലമാണ്. പുതിയ വാഹനം ലഭിക്കും. പുതിയ വീടോ ഫ്ലാറ്റോ വാങ്ങുവാൻ സാധ്യതയുണ്ട്. ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകും. ഔദ്യോഗിക ജീവിതം തൃപ്തികരമായിരിക്കും. ചുമതലകൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിയും. പിണങ്ങി പിരിഞ്ഞവർക്ക് വീണ്ടും ഇണങ്ങാനാവും. ജീവിത പങ്കാളിയുടെ സ്വത്തോ സമ്പത്തോ ആവശ്യത്തിന് ഉതകും. സൗഹൃദം പുഷ്ടിപ്പെടും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ ഉയർച്ച അനുഭവപ്പെടും. മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവും അടങ്ങിയ ധനുക്കൂറുകാർക്ക് 1-ാം ഭാവാധിപനും 4-ാം ഭാവാധിപനുമായ വ്യാഴം 6-ാം ഭാവത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അശ്രദ്ധ കൊണ്ട് പല മാറ്റങ്ങളും സംഭവിക്കാം. ആരോഗ്യ പ്രശ്നങ്ങൾ വിടാതെ പിന്തുടർന്നേക്കാം. പുതിയ ചിന്തകൾ അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരും.
കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വേണം. കൂടുതൽ വരുമാനത്തിനായി ചില അനുബന്ധ ജോലികളിൽ കൂടി ഏർപ്പെടുന്നതാണ്. സുഹൃത്തുക്കളെയോ ബന്ധുവിനെയോ ആശ്രയിക്കേണ്ടി വന്നേക്കാം. ചിലർക്ക് വീട് വിട്ട് താമസിക്കേണ്ട സ്ഥിതി ഉണ്ടാകും. മിത്രങ്ങളിൽ ചിലർ ശത്രുക്കളാകും. പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അപ്രതീക്ഷിത വിവാഹാലോചനകൾ വന്നുചേരും. ദാമ്പത്യ ജീവിതത്തിൽ താളപ്പിഴവുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. എന്നെന്നും ഓർക്കുന്ന ചില അനുഭവങ്ങളും ഉണ്ടാകും. പൊതുവെ കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടും. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ ജോലി എന്തെങ്കിലും ലഭിക്കാൻ യോഗമുണ്ട്. കുടുംബപരമായി അകന്നു കഴിയേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു പക്വതക്കുറവ് അനുഭവപ്പെടും. സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾക്കും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. വിദൂര വിദ്യാഭ്യാസത്തിനും സാധ്യതയുണ്ട്. ഉത്രാടം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ പകുതിയും അടങ്ങിയ മകരക്കൂറുകാർക്ക് 12ാം ഭാവാധിപനും 3ാം ഭാവാധിപനുമായ വ്യാഴം 5ാം ഭാവത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ സമൂഹത്തിൽ മികച്ച സ്ഥാനം തേടിയെത്തും. പണം സമ്പാദിക്കുന്നതിന് അനുകൂല സമയമാണ്. മനസ്സുഖം അനുഭവപ്പെടും. പ്രണയസാഫല്യം, വിവാഹസിദ്ധി, ദാമ്പത്യസുഖം ഇവ പ്രതീക്ഷിക്കാം. സന്താന ജന്മത്തിനും സാധ്യതയുണ്ട്. താൽക്കാലിക ജോലിയിൽ കഴിയുന്നവർക്ക് സ്ഥിരത്വം ലഭിച്ചേക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നെത്തും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കും. പൊതുപ്രവർത്തകർക്ക് അംഗീകാരമുണ്ടാകും. ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്നതാണ്. ഉന്നത വ്യക്തികളുമായി സഹവാസമുണ്ടാകും. ശത്രുക്കളുടെ ഉപദ്രവം കുറയും. തൊഴിലിൽ സംതൃപ്തി അനുഭവപ്പെടും. സന്താനങ്ങൾക്ക് ഉയർച്ചയും സന്താനങ്ങളെക്കൊണ്ട് ഗുണവുമുണ്ടാകും. വിവാഹകാര്യത്തിൽ തടസ്സങ്ങൾ നീങ്ങും. സന്ധിവേദന, ശരീരവേദന എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. നല്ല സൗഹൃദങ്ങൾ നേട്ടങ്ങൾ നൽകും. പുതിയ വീട് പണിയുകയോ വാങ്ങുകയോ ചെയ്യും. വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. മത്സര പരീക്ഷകളിൽ വിജയിക്കും. അവിട്ടം അവസാന പകുതിയും ചതയവും ഊരൂരിട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങിയ കുംഭക്കൂറുകാർക്ക് 11ാം ഭാവാധിപനും 2ാം ഭാവാധിപനുമായ വ്യാഴം 4ാം ഭാവത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ നിറവേറ്റാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കും. പോസിറ്റീവായ കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കും. മാനസിക ക്ലേശങ്ങൾക്ക് അയവുണ്ടാകും. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പിന്തുണ ലഭിക്കും. ദാമ്പത്യത്തിൽ സമ്മിശ്രമായ അനുഭവങ്ങൾ ആയിരിക്കും. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രേഖകൾ വൈകിയേക്കും. അലസത കർമ്മരംഗത്തെ ബാധിച്ചേക്കും. പങ്കാളിത്ത ബിസിനസ്സിൽ നഷ്ടത്തിലാവാൻ സാധ്യതയുണ്ട്. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കും. മാതാവിൻ്റെ സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടായേക്കാം. വാഹനം വാങ്ങാനുള്ള ശ്രമം വിജയകരമാകും. ഔദ്യോഗിക ജീവിതത്തിൽ വെല്ലുവിളികൾ നിറയും. സുഖഭോഗങ്ങളിൽ താൽപ്പര്യം കൂടും. വിവാഹത്തിനും ഗൃഹോപകരണങ്ങൾക്കും പണം ചെലവഴിക്കും. ചെറിയ ചെറിയ നഷ്ടങ്ങൾ സംഭവിക്കും. ചെയ്യുന്ന ജോലികളിൽ സംതൃപ്തി കുറയും. ജോലിസ്ഥലത്ത് ചെറിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. അവിചാരിതമായി സൗഹൃദം പ്രണയത്തിലാകും. വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധക്കുറവും ആത്മവിശ്വാസക്കുറവും അനുഭവപ്പെടും. ഊരൂരിട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങിയ മീനക്കൂറുകാർക്ക് 10ാം ഭാവാധിപനും 1ാം ഭാവാധിപനുമായ വ്യാഴം 3ാം ഭാവത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ചില ദോഷഫലങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കും. എന്നാൽ ചെറിയ ചില മാറ്റങ്ങളിലൂടെ ജീവിതം തന്നെ മാറിമറിയും. എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കുവാൻ സാധിക്കും. വ്യാഴത്തിൻ്റെ ഓരോ മാറ്റവും ഇവർക്ക് സാമ്പത്തികമായി മികച്ച നേട്ടങ്ങൾ സമ്മാനിക്കും. പാരമ്പര്യ തൊഴിലുകളിൽ മെച്ചമുണ്ടാകും. ചെറുകിട സംരംഭങ്ങൾ പുഷ്ടിപ്പെടും. പണയവസ്തുക്കളുടെ തിരിച്ചടവ് സമ്മർദ്ദമുണ്ടാക്കും. ദാമ്പത്യത്തിൽ പരസ്പര ഐക്യം വർദ്ധിക്കുന്നതാണ്. സ്വയം അധ്വാനിച്ചുള്ള കൃഷിയിൽ ലാഭം പ്രതീക്ഷിക്കാം. അന്യദേശത്ത് കഴിയുന്നവർക്ക്
പുതിയ ജോലിക്കായി ശ്രമിക്കേണ്ടി വന്നേക്കാം. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. തൊഴിൽ സാഹചര്യം ഏറെക്കുറെ അനുകൂലമായിരിക്കും. വിവാഹ തടസ്സങ്ങൾ നീങ്ങും. അനാവശ്യ ചെലവുകൾ കുറയും. കുടുംബജീവിതത്തിൽ വിട്ടുവീഴ്ച വേണ്ടിവരും. ആശ്രിതരുടെ സഹകരണം ഉണ്ടാകും. വരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളും പണവും പ്രശസ്തിയും ലഭിക്കും. ഉന്നത സ്ഥാനീയരുടെ സഹായമുണ്ടാകും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് പരിശ്രമം വിജയിക്കും. വേണ്ടപ്പെട്ടവർ മൂലം പണച്ചെലവ് ഉണ്ടാകും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യുക.